വളരെ വിലപ്പെട്ടതാണ്. കുടുംബം അതിനെ വലിയ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. അച്ഛൻ്റെ മരണത്തിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടില്ല. ഇപ്പോൾ ഞാൻ ആലപ്പുഴ വീട്ടിലായിരുന്നു. ഇന്നും ഒരു 10-100 പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വീട്ടിൽ വന്നായിരുന്നു. കണ്ണൂർ, പാലക്കാട്, മലപ്പുറം, അതെല്ലാം മിക്കവാറുമുള്ള വീക്കെൻഡ്സിലെല്ലാം വരും. മിക്ക ദിവസങ്ങളിലും ആൾക്കാർ വരുന്നുണ്ട്. സ്മൃതിയിലും പോയിട്ടാണ് നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പോൾ ആ ഒരു വികാരം, അച്ഛൻ്റെയുള്ള എല്ലാവരുടെയും ഒരു സ്നേഹം, അത് ഒരു വിഷയമായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ചിലരൊക്കെ വന്ന് ഇപ്പോഴും വീട്ടിലിരുന്ന് വിങ്ങുന്ന കാണുമ്പോൾ നമുക്കും വലിയ വിഷമമാണ്. എന്തായാലും ഈ തരുണത്തിൽ ഇങ്ങനെ ഒരു അവാർഡ്, അതിപ്പോൾ ജസ്റ്റ് അറിഞ്ഞതേ ഉള്ളൂ. നമുക്കറിയില്ലായിരുന്നല്ലോ. ഇപ്പോൾ നേരത്തെ വിളിച്ച സമയത്തൊക്കെയാണ് അറിയുന്നത്. ഈ അംഗീകാരത്തിൽ ഒരു സന്തോഷമുണ്ട്. മരണാനന്തരമാണ് ഈ ബഹുമതി. പക്ഷേ വളരെ നേരത്തെ, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചിരുന്നു? അല്ല, മകൻ എന്നുള്ള രീതിയിൽ അച്ഛന് അംഗീകാരം കിട്ടണമെന്നുള്ളൊരാഗ്രഹം അതെന്നും ഉണ്ടാവുമല്ലോ. അത് ഏത് രീതിയിലുള്ളതാണെങ്കിലും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ നയിച്ച അങ്ങനെ വന്ന ഒരാളാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊരു വിശ്വാസം എന്നും നമുക്കുണ്ട്. പതിറ്റാണ്ടുകൾ നീണ്ട ഒരു സാർത്ഥകമായ രാഷ്ട്രീയ ജീവിതമായിരുന്നു VSൻ്റേത്. അപ്പം എങ്ങനെയാണ് ഈ അംഗീകാരത്തെ? അല്ല, ഈ ഒരു സമയം നമുക്കൊരു സന്തോഷമാണ്. അടുത്ത് ചോദിച്ച പോലെ അച്ഛൻ്റെ ആ ഒരു ജനങ്ങൾക്ക് വേണ്ടി, അല്ല രാജ്യത്തിന് വേണ്ടിയുള്ള ജീവിച്ച ആ ഒരു ജീവിതം, അതുമായി ആ ഒരു പ്രവർത്തനമൊക്കെ ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് ഒരു സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, കുടുംബത്തിനുള്ളൊരു സന്തോഷം, ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ്. എപ്പോഴും ഈ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എവിടുന്നുള്ള നോമിനേഷൻ, അങ്ങനെ ഒരു ഉണ്ടായിരുന്നു? അറിയില്ല. ഇന്നിപ്പോൾ അനൗൺസ് ചെയ്ത് ഇപ്പോൾ 1 മിനിറ്റേ ആയുള്ളൂ ഇത് അറിഞ്ഞിട്ട്. നമുക്കറിയില്ല. ഇതിപ്പോൾ പത്മവിഭൂഷൺ എന്ന് പറയുമ്പോൾ രാജ്യമാകെ അംഗീകാരം ബഹുമതി നൽകുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ, ഇതിൻ്റെ ഒരു എത്രത്തോളം പ്രോത്സാഹനമാണ് പുതിയ തലമുറയിലെ നേതാക്കൾക്ക്? അല്ല, ഇത് ഞങ്ങൾ എപ്പോഴും വിലമതിക്കുന്ന അച്ഛനോടുള്ള ജനങ്ങളുടെ ആ ഒരു വികാരം, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്നും ആലപ്പുഴ വീട്ടിൽ ആളുകൾ വന്നു പോകുന്നു, അവരുടെ വികാരം പങ്കുവയ്ക്കും. ഇതൊക്കെയാണ് എപ്പോഴും ഞങ്ങൾക്ക് പ്രാധാന്യമുള്ള കാര്യം. ഇത്രയും നാളായി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ രീതിയിലുള്ള അവാർഡുകൾ അത് നല്ലത് തന്നെയെന്നേ പറയുന്നുള്ളൂ. ഞങ്ങളെപ്പോഴും നമ്മുടെ ഒരു പ്രയോറിറ്റി, എൻ്റെ കൊച്ചുനാളിലും തൊട്ട് അച്ഛനെ സ്നേഹിക്കുന്ന ആ ഒരു ജനക്കൂട്ടത്തെ അല്ലെങ്കിൽ ആ ജനസാഗരമാണ് ഞങ്ങൾ കണ്ടു വളർന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്നേഹം, അവരോട് അച്ഛനുള്ള, അവർക്ക് വേണ്ടിയുള്ള അച്ഛൻ്റെ ജീവിതവും അവർ തിരിച്ച് റിയാക്ട് ചെയ്യുന്നതൊക്കെയാണ് നമുക്കെന്നും പ്രാധാന്യം. അപ്പോൾ അറിഞ്ഞു എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു.